തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒന്ന് വന്നു കാണാനായിട്ട് പലരും ഇങ്ങനെ കാത്തിരിക്കുക. പലരും എന്ന് പറഞ്ഞാൽ എല്ലാ മുന്നണികളിലുമുള്ള ഘടകകക്ഷികൾ, അതായത് തോറ്റു തുന്നം പാടുന്ന മുന്നണിയിലെ ഘടകകക്ഷിയുടെ സ്ഥിതിയാണ് പറയാൻ പോകുന്നത്. അതിപ്പം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഘടകകക്ഷികളിൽ നിന്ന് ആരായിരിക്കും ചാടാൻ പോകുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. 2021 UDF നിന്ന് LDF വന്ന നമ്മുടെ കുഞ്ഞുമാണിയും സംഘവും, ആ കുഞ്ഞുമാണിയും സംഘവും ഇനിയിപ്പോൾ അതായത് 2026 UDF പോകുന്ന കാഴ്ച നമുക്ക് കാണാം. UDF പോകുന്നത് അതൊരു താൽക്കാലികമായിരിക്കും, അധികം വൈകാതെ തന്നെ മറ്റൊരിടത്തേക്ക് പോകും. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നോക്കുക, ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ് 2025 ഒരാദ്യം മുതൽ തന്നെ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് തിരികെ വരാനായിട്ടുള്ള ശ്രമം നടത്തുന്നു. അതായത് ചില ഇടങ്ങളിലുള്ള ഉപതെരഞ്ഞെടുപ്പിൽ UDF മുന്നേറ്റം ഉണ്ടായപ്പോൾ മുതൽ അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു പിണറായി വിരുദ്ധ തരംഗമാണ് കേരളത്തിൽ നിൽക്കുന്നത്, അത് CPM അടിയാണ് എന്നുള്ളത്. അതുകൊണ്ട് അന്നേരം മുതൽ തന്നെ UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസിനും പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനുമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അതിനകത്ത് മുൻകൈ എടുത്തു. ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. കാരണം കോൺഗ്രസ് അതിനകത്ത് മുൻകൈ എടുത്തില്ല. കാരണം കോൺഗ്രസുമായിട്ടുള്ള വലിയ പിണക്കത്തിൽ ഇറങ്ങിപ്പോയവരാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോയി വിളിക്കാനൊരു മടി, ജോസ് കെ മാണിക്ക് ഇങ്ങോട്ട് വന്ന് കയറാനും ഒരു ചമ്മല്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി അതിന് നേതൃത്വം നൽകിയത്. പല വ്യവസ്ഥകൾ വയ്ക്കണമല്ലോ. ജോസ് കെ മാണിക്ക് വളരെ സുരക്ഷിതമായ ഇടം കൊടുക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയും അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ലീഗും തയ്യാറെടുത്തു എന്നുള്ളതാണ്. പക്ഷേ അത് പിന്നീട് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് UDF പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഇമേജിന് കോട്ടം സംഭവിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ജോസ് കെ മാണി പതുക്കെ മുമ്പോട്ട് വെച്ച കാലൊന്ന് പുറകോട്ട് വലിച്ചു. വരട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. ഈ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ജോസ് കെ മാണി ജനിച്ചു വീണ നാട് മുതൽ ഈ കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ കൊടിവെച്ച കാറ് വന്ന് കയറുന്നതേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊടിവെച്ച കാറ് കയറിയിട്ട് കുറേ കാലമായി. അവരുടെ പാർട്ടിയിൽ റോഷി അഗസ്റ്റിന് കൊടിവെച്ച കാറിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും അതുവഴിയൊട്ട് കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലേക്കൊട്ട് കയറാറുമില്ല. അപ്പം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത പ്രശ്നത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി കൃത്യമായിട്ടുള്ള വിലപേശൽ നടത്തിക്കൊണ്ട് UDF വരും. ഈ ഏറെ നാളായിട്ട് ഈ പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ഇങ്ങനെ ജോസ് കെ മാണിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി മാത്രമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്, പള്ളിക്കാരുടെയും പട്ടക്കാരുടെയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ തന്നെ ചെവിക്കൊള്ളും. അതിനനുസരിച്ച് മാത്രമാണ് നീങ്ങുന്നത്. കാരണം കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളല്ലാത്തവരും ഉണ്ട്, പക്ഷെ അതൊരു ക്രിസ്ത്യൻ പാർട്ടി തന്നെയാണ് എന്ന് നമുക്ക് പറയാം. പണ്ട് മന്നത്തോപ്പനാവൻ പറയുമായിരുന്നല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണ്. ശരിയാണ്, ക്രൈസ്തവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രിസ്ത്യാനിയാക്കി കണ്ടിരുന്നു എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുടെ ഏരിയയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ മതി, വിജയം ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ക്രൈസ്തവ സംഘടനകൾ പിന്നീട് അകലാൻ തുടങ്ങിയതൊക്കെ നമുക്കറിയാം. ക്രൈസ്തവ മേഖലകളിൽ ഇത്തവണ വോട്ടും കുറഞ്ഞു എന്നുള്ളതാണ്. CPM കൊടുത്തില്ല, UDF കൊടുത്തില്ല. ക്രൈസ്തവ സംഘടനയ്ക്ക് പലതരത്തിലുള്ള എതിർപ്പും അമർഷവും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ ക്രൈസ്തവരുടേതായ ഒരു പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ്. നമുക്കറിയാം പലതരത്തിൽ ഈ സമീപകാലത്ത് ജോസ് കെ മാണി LDF ഒന്ന് വെട്ടിലാക്കാനൊക്കെ ശ്രമിച്ചു.
പിണറായി വിജയൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഇദ്ദേഹം പറയുകയുണ്ടായി, നിയമസഭ ഉടൻ വിളിച്ചു കൂട്ടണം, വനം വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യണമെന്നൊക്കെ. അത് പരസ്യമായിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ കാരണമെന്ന് പറയുന്നത് മുന്നണിയെ വെട്ടിലാക്കുക എന്നുള്ളതാണ്. കാരണം മലയോര കർഷകരുടെ പാർട്ടി കൂടിയാണ് ജോസ് കെ മാണി. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കണം. മലയോര മേഖലയിൽ വലിയ പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന വനം വന്യജീവി പ്രശ്നം. അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല, കൃഷി ചെയ്ത് ആദായമെടുത്ത് ജീവിക്കാൻ കഴിയുന്നില്ല, എന്തിന് ജീവൻ പോലും അപകടത്തിലാണ്. എത്ര പേരെ ആന ചവിട്ടിക്കൊന്നും കടുവ പിടിച്ചും ഒക്കെ പോയിട്ടുണ്ട്, കുട്ടികളും പ്രായമായവരും ഒക്കെ തന്നെ. അപ്പം ജീവിതം വളരെ ദുസ്സഹമായി തീർന്നിരിക്കുന്നു മലയോര മേഖലയിൽ. ഇതിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ല. ജോസ് കെ മാണി ഇത് ആ സമയത്തൊക്കെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മലയോര മേഖലകളിൽ ഇത്തരത്തിലുള്ള വിഷയം ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴും അവിടെയും ചർച്ച ചെയ്യുന്ന എന്താണ്? ഗാസയും പലസ്തീനും നെതന്യാഹുവും ഒക്കെയാണ്. അപ്പോൾ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജോസ് കെ മാണി അന്ന് ആവശ്യപ്പെട്ടത്. അതൊക്കെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ടത് മുന്നണിക്ക് ഒരു അതൃപ്തി ഉണ്ടാക്കിയ കാര്യവുമാണ്. പക്ഷെ ജോസ് കെ മാണി രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതൊക്കെ അത്തരത്തിലുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. പുറത്തേക്ക് ചാടാൻ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അതിനൊരു അവസരം തന്നെ കിട്ടിയിരിക്കുകയാണ്. ജോസ് കെ മാണി അധികാരമില്ലാതിരിക്കില്ല, കൃത്യമായ നീക്കം തന്നെ നടത്തുമെന്നുള്ളതാണ്. ജോസ് കെ മാണി വിഭാഗം 2021 LDFിലേക്ക് വന്നതുകൊണ്ട് അതിൻ്റെതായ നേട്ടമുണ്ടാക്കിയെടുക്കാൻ LDFിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിൽ അതിൻ്റെ നേട്ടമുണ്ട്. തിരുവല്ല, ചങ്ങനാശ്ശേരി, പത്തനംതിട്ട, റാന്നി ഭാഗങ്ങളിൽ ഇതിൻ്റെ കൃത്യമായ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജോസ് കെ മാണി അത്ര നിസാരക്കാരനൊന്നുമല്ല. എന്നിട്ട് ജോസ് കെ മാണിയെ ഒതുക്കുകയും ചെയ്തില്ലേ CPM? കാരണം ജോസ് കെ മാണി ജയിച്ചു വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യും. അത് തടയിടാൻ വേണ്ടിയിട്ടാണ് പാലയിൽ CPM കളിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ CPMന് എന്നല്ല, ആർക്കും പാലയിൽ പ്രശ്നങ്ങളാണ്. അവിടെ സ്വതന്ത്രന്മാരാണ് ജയിച്ചു നിൽക്കുന്നത്. ജോസ് കെ മാണിയെ അങ്ങോട്ടേക്ക് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല. അപ്പോൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മണ്ഡലം കൊടുത്തേ പറ്റൂ. നിന്നു കഴിഞ്ഞാൽ ജയിച്ചിരിക്കണം എന്നുള്ള ഇടങ്ങളിലേക്ക് ഈ കോൺഗ്രസ് ഇത്രയും വിജയമുണ്ടായതിൻ്റെ പേരിൽ അഹങ്കരിച്ച് ജോസ് കെ മാണിയെ ഇനിയും തള്ളിപ്പറയുകയൊന്നുമില്ല. കാരണം ജോസ് കെ മാണിയെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ മുന്നണിയുടെ വ്യാപ്തി വലുതാക്കാൻ കഴിയും, അതിൻ്റെ നേട്ടമുണ്ടാവുകയും ചെയ്യും. കാരണം നമുക്കറിയാൻ പറ്റത്തില്ല, ഏതെങ്കിലും തരത്തിൽ CPM ചില അടവ് നയങ്ങൾ എടുത്ത് പ്രയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി ഉണ്ടാകാതെ നോക്കേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ജോസ് കെ മാണിയെയും കൂടി ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അറിയാം ജോസ് കെ മാണി അപ്പുറം പോകും എന്നുള്ളത്. അത് ഉറപ്പായ കാര്യമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞത് ജോസ് കെ മാണി വിഭാഗം അങ്ങനെ പോകില്ല എന്നൊക്കെ. പക്ഷെ എന്തായാലും ഉറപ്പായ കാര്യമാണ് 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ഇപ്പുറത്ത് വന്നിരിക്കും. അതിനുശേഷം പിന്നീട് പല മാറ്റങ്ങൾ സംഭവിക്കും. UDF കേരളത്തിൽ കോൺഗ്രസ് ഏതറ്റം വരെ പോകുമെന്ന് നമുക്കറിയാം. അത് കഴിയുമ്പോൾ അതിനിടയ്ക്ക് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത് ആരായിരിക്കും എന്നറിയാം. അവരിലേക്ക്, ആ മുന്നണിയിലേക്കായിരിക്കും ജോസ് കെ മാണിയുടെ പിന്നത്തെ കൂടുമാറ്റവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.